Hi friends, welcome to Shina's Kitchen. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ബർഫി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് 3 കപ്പ് തേങ്ങ ചിരകിയത് വേണം. ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റാം. ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർക്കാം. മധുരം ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കാം. ഞാനിവിടെ മിൽമയുടെ പാലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലപോലെ മിക്സ് ആക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ പഞ്ചസാര മെൽറ്റായി തുടങ്ങും. 10 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തിക്കായി തുടങ്ങും. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ചേർക്കാം. ക്രീമില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിൽ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കലക്കി ഒഴിച്ചാലും മതി. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കാം. വേവിക്കുമ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കും വേണം. ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഇത് നല്ലപോലെ തിക്കായിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന സമയം വേവിച്ച് തുടങ്ങിയുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. 27 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഇളക്കണ സമയത്ത് ഷേപ്പിൽ ഇരിക്കാൻ തുടങ്ങും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് നെയ്യ് തടവിയ ഒരു ട്രേയിലേക്ക് മാറ്റാം. ഇത് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുകൾ ഭാഗത്ത് പതുക്കൊന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. പത്ത് മിനിറ്റ് ചൂടാറിയ ശേഷം ചെറു ചൂടുള്ളപ്പോൾ തന്നെ കത്തിക്കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് മുറിക്കുന്നത്. ഇരുപത് മിനിറ്റിന് ശേഷം ഇത് ഡീമോൾഡ് ചെയ്യാവുന്നതാണ്. നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. എന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.